നമ്മുടെ ദമാം വ്ലോഗിന്റെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മുടെ റിയാദ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ചൂടായിരുന്നു ദമാമില്. സോ നമ്മുടെ എല്ലാ പ്ലാൻസും എട്ടായി മടക്കി പോക്കറ്റിലിട്ടിട്ട് തിരിച്ചു പോരാനായിട്ട് ബസ് സ്റ്റേഷനിലേക്ക് വരുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ബസ്സിലാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. ആക്ച്വലി നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രീ ബുക്കിംഗ് ഒന്നും ചെയ്യാതിരുന്നത്. ബസ് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ ടോട്ടൽ 6 hours ട്രാവൽ ഉണ്ട് ദമാമിൽ നിന്ന് അസിസിയയിലേക്ക്. സോ കണ്ടിന്യൂസ് അത്രയും ടൈം ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള കംഫർട്ട് ഒക്കെ നോക്കിയിട്ട് VIP ടിക്കറ്റ്സ് ആണ് നമ്മൾ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പെർ 1 സീറ്റിന് 126 റിയാൽ വെച്ചിട്ട് ടോട്ടൽ 252 റിയാലാണ് ചാർജ് ചെയ്തത്. ഇവിടെ ബസ് സ്റ്റേഷനിലാണെങ്കിലും നമ്മുടെ പാസ്പോർട്ടും ഇക്കാമയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ടിക്കറ്റ്സ് ഇഷ്യൂ ചെയ്ത് തരുന്നത്. കാഴ്ചകളൊക്കെ കണ്ടു തന്നെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് എന്തുകൊണ്ടും ബസ് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ടൈമിംഗ് ഒക്കെ പക്കയാണ് കേട്ടോ. ഷാർപ്പ് 2 o'clock തന്നെ ദമാമിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതേപോലെ ഈവനിങ് 8 o'clock ആണ് അസീസിയയിൽ ഡ്രോപ്പ് ഓഫ് ടൈം പറഞ്ഞിരുന്നത്. ഇവിടെ റിയാദിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഈവനിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അസീസിയയിലുള്ള ബ്ലോക്കിനെ പറ്റിയിട്ടൊക്കെ. എന്നിട്ട് പോലും ഷാർപ്പ് 8 o'clock തന്നെ നമ്മൾ അസീസിയയിൽ എത്തി എന്നുള്ളതാണ് സത്യം. ഇതിനോടകം തന്നെ ഡെസേർട്ട് ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡിന് 2 സൈഡിലായിട്ട് കുറെ ക്യാമൽസും ക്യാമൽ ഫാമുകളും അതുപോലെ കുറെ ക്യാമ്പുകളൊക്കെ കാണാൻ പറ്റൂ കേട്ടോ. അല്ല എത്ര നേരം വെച്ചാലേ ഇത് തന്നെ കണ്ടിരിക്കുക. ഞാൻ ഇതിന്റെ ഇടയിൽ ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഈവനിങ് സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് ഈ റെഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെസേർട്ട്സ് ആയിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ ഇതിനിടയിൽ ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 hours ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു മിന്നൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കിട്ടിയിരുന്നു. ബസ്സിലെ ഡ്രൈവർ ഉൾപ്പെടെ ഞങ്ങൾ മൊത്തം പാസഞ്ചേഴ്സിന്റെയും ഇക്കാമയും പാസ്പോർട്ടും ഒക്കെ അക്ഷറിൽ അടിച്ചു നോക്കി വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് ബസ് കടത്തിവിട്ടത്. അങ്ങനത്തെ നീണ്ട 6 മണിക്കൂറുകൾക്കൊടുവിൽ 428 കിലോമീറ്റർ താണ്ടി നമ്മൾ അസീസിയിൽ തിരിച്ചെത്തി. ബസ് സ്റ്റേഷന് തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ നെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കയറി നല്ല ഗ്രാൻഡ് ആയിട്ട് ഒരു ഡിന്നർ ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ദമാം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.